ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കറുത്ത പുള്ളി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ സ്വന്തം കണ്ണിലെ വലിയ കരട് മാറ്റാതെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് ചോദിക്കുന്നത് എങ്ങനെ? ഒരു ദിവസം ഒരു പാസ്റ്റർ തന്റെ പള്ളിയിൽ ദൈവവചനം പങ്കുവയ്ക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ചുവരിൽ ഒരു വലിയ വെള്ളക്കടലാസ് വെച്ചു. സഭയിലെ എല്ലാവരും അതിലേക്ക് നോക്കി. പിന്നെ അദ്ദേഹം പേപ്പറിന്റെ മധ്യത്തിൽ ഒരു നാണയത്തിന്റെ വലിപ്പമുള്ള ഒരു ചെറിയ കറുത്ത പുള്ളി വരച്ചു. ആളുകളിലേക്ക് തിരിഞ്ഞു അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു മടിയും കൂടാതെ എല്ലാവരും മറുപടി പറഞ്ഞു, നമുക്ക് കറുത്ത പുള്ളി കാണാം. ഷീറ്റ് കൂടുതലും വെള്ളയാണെങ്കിലും അവരുടെ കണ്ണുകൾ ആ ചെറിയ കറുത്ത അടയാളത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു. അതുപോലെ ചിലർ മറ്റുള്ളവർ തങ്ങൾക്ക് വേണ്ടി ചെയ്ത നിരവധി നല്ല പ്രവൃത്തികൾ മറക്കുന്നു. പകരം ഒരു തെറ്റിന്റെയോ പോരായ്മയുടെ പേരിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുപോലെ കർത്താവ് തങ്ങൾക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ പലരും മറക്കുന്നു. ദൈവം ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വൈകുമ്പോൾ അവർ ക്ഷമ നഷ്ടപ്പെടുകയും പിറുപിറുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ഇന്നത്തെ പലരുടെയും അവസ്ഥ. സ്വന്തം കണ്ണിലെ കരടുകളെ പരിഗണിക്കാതെ മറ്റൊരാളുടെ കണ്ണിലെ കരടിനെ വലുതാക്കി കാണിക്കുന്നവർ. സ്വയനീതിക്കാരായ പലരും ഇതുപോലെയാണ് ജീവിക്കുന്നത്. എപ്പോഴും മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുന്നു, എന്നാൽ ഒരിക്കലും സ്വയം പരിശോധിക്കുന്നില്ല. ദാവീദ് രാജാവ് എഴുതി, അവൻ തന്റെ അകൃത്യം കണ്ടെത്തുമ്പോഴും വെറുക്കുമ്പോഴും സ്വന്തം ദൃഷ്ടിയിൽ തന്നെ തന്നെ പുകഴ്ത്തുന്നു. അവന്റെ വായിലെ വാക്കുകൾ ദുഷ്ടതയും വഞ്ചനയുമാകുന്നു. അവൻ ജ്ഞാനിയാകുന്നതും നന്മ ചെയ്യുന്നതും നിർത്തിക്കളഞ്ഞിരിക്കുന്നു. ഇത് സങ്കീർത്തനം 36-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ആളുകളെ കുറിച്ച് യെശയ്യാവ് ഇപ്രകാരം എഴുതി, അവർ ചാരം തിന്നുന്നു, വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിച്ചു. അവന്റെ പ്രാണനെ രക്ഷിക്കാൻ അവന് കഴിയില്ല. എന്റെ വലത് കൈയിൽ കള്ളമില്ലേ എന്ന് ചോദിക്കാനും മനസ്സില്ല. ഇത് യെശയ്യാവ് 44-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവിന്റെ മുൻപിലും ദൈവജനത്തിന്റെ മുൻപിലും താഴ്മയോടെ നടക്കുക. അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകുകയും നിങ്ങളെ ഉയർത്തുകയും ചെയ്യും. നിങ്ങൾ അനുഗ്രഹത്തിന്റെ ഒരു ജാലകമായി മാറും. മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്താനും അവരെ വിധിക്കാനും എളുപ്പമാണ്. എന്നാൽ സത്യവാനും നേരുള്ളവനുമായ ഒരു വ്യക്തി ദൈവമുൻപാകെ തന്നെ തന്നെ താഴ്ത്തുകയും സ്വന്തം ഹൃദയത്തെ പരിശോധിക്കുകയും മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് പകരം സ്വന്തം കുറവുകൾ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. യെശയ്യാവ് തന്നെ താൻ പരിശോധിച്ചപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇത് യെശയ്യാവ് 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. തുടർന്ന് കർത്താവ് യെശയ്യാവിനെ ഉയർത്തി ഒരു വലിയ പ്രവാചകനാക്കി മാറ്റി. പ്രിയപ്പെട്ട ദൈവമക്കളെ, മറ്റുള്ളവരിൽ തെറ്റുകൾ കാണുമ്പോൾ അവരെ കുറ്റപ്പെടുത്തരുത്. പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഗലാത്യർ 6-ാം അധ്യായം 3-ാം വാക്യം. താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുവൻ നിഗളിച്ചാൽ തന്നെ തന്നെ വഞ്ചിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെഹെസ്കേൽ 14-15 അധ്യായങ്ങൾ, വൈകുന്നേരം യാക്കോബ് 2-ാം അധ്യായം. ആമേൻ.